പ്രതീക്ഷകളുള്ള ഒരു മണവാട്ടിയിൽ നിന്ന് രക്തത്തിൽ കുളിച്ചൊരു പോരാളിയായി ഗ്രേസ് മാറുന്ന ആ പരിണാമം ഈ അടുത്തിറങ്ങിയ സിനിമകളിലെ ഏറ്റവും സംതൃപ്തി നൽകുന്ന കഥാപാത്ര വളർച്ചകളിൽ ഒന്നാണ്. ഹായ്, എല്ലാവർക്കും STMലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഒന്നൊന്നര അനുഭവമായ ഒരു സിനിമയെക്കുറിച്ചാണ്. റെഡി ഓർ നോട്ട്. 2019 പുറത്തിറങ്ങിയ ഈ ഹൊറർ കോമഡി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മാറ്റ് ബെറ്റിനെല്ലി ഒൽപിനും ടൈലർ ഗില്ലറ്റും ചേർന്നാണ്. നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു കിടിലൻ അനുഭവത്തിനായി തയ്യാറായിക്കോളൂ. വിവാഹത്തിന്റെ ടെൻഷനുകളെ ഒരു പുതിയ അപകടകരമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭ്രാന്തൻ യാത്രയാണിത്. അപ്പോൾ നമുക്ക് റെഡി ഓർ നോട്ടിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അടിസ്ഥാനപരമായി റെഡി ഓർ നോട്ട് ഒരു വിചിത്രമായ ഒളിച്ചുകളിയാണ്. സമീറ വീവിംഗ് അതിഗംഭീരമായി അഭിനയിച്ച ഗ്രേസ് എന്ന കഥാപാത്രത്തെയാണ് നമ്മൾ പിന്തുടരുന്നത്. അവളുടെ വിവാഹ ദിവസമാണെന്ന് വിചിത്ര സ്വഭാവക്കാരായ അതിസമ്പന്നരായ ലേ ഡൊമാസ് കുടുംബത്തിലെ അലക്സ് ലേ ഡൊമാസിനെയാണ് അവൾ വിവാഹം കഴിക്കുന്നത്. ബോർഡ് ഗെയിമുകളിലൂടെയാണ് ലേ ഡൊമാസ് കുടുംബം തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ഈ കുടുംബത്തിന് വിചിത്രമായൊരു പാരമ്പര്യമുണ്ട്. ഓരോ വിവാഹത്തിനു ശേഷവും കുടുംബത്തിലേക്ക് പുതുതായി വരുന്നയാൾ നിഗൂഢമായ ഒരു കാർഡിടക്കിൽ നിന്ന് ഒരു ഗെയിം കളിക്കണം. മിക്ക കളികളും ചെസ്, കെക്കേഴ്സ് പോലുള്ള നിരുപദ്രവകാരികളായവയാണ്. എന്നാൽ അതിലൊരു കാർഡുണ്ട്, ആരും എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒന്ന്, ഹൈഡ് ആൻഡ് സീക്ക്. എന്തായി കാണുമെന്ന് ഊഹിക്കാമോ? നമ്മുടെ നിർഭാഗ്യമതിയായ മണവാട്ടി ഗ്രേസ് എടുക്കുന്നത് ആ ഒളിച്ചുകളിയുടെ കാർഡാണ്. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സാധാരണ ഒളിച്ചുകളിയല്ല. ഇത് ജീവനു വേണ്ടിയുള്ള ഒരു വേട്ടയാണ്. നേരം പുലരുന്നതിന് മുൻപ് ഗ്രേസിനെ കൊല്ലാനായി ആയുധങ്ങളുമേന്തി നിൽക്കുകയാണ് ആ കുടുംബം. എന്തിനാണെന്നല്ലേ? മിസ്റ്റർ ലെബെയിൽ എന്ന നിഗൂഢനായ ഒരു വ്യക്തിയുമായി അവർക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഉടമ്പടിയുണ്ട്. ഒളിച്ചുകളി എന്ന കാർഡ് ലഭിച്ചാൽ ആ തലമുറയിൽ ഒരാളെ ബലി കൊടുത്താൽ അവരുടെ സമ്പത്തും ഐശ്വര്യവും നിലനിൽക്കുമെന്നാണ് ആ വാഗ്ദാനം. റെഡി ഓർ നോട്ട് എന്ന സിനിമയെ ഇത്ര മികച്ചതാക്കുന്നത് പല ജോണേഴ്സ് ഒരു കൂടിച്ചേരലാണ്. ഈ സിനിമ ശരിക്കും പേടിപ്പെടുത്തുന്നതും രക്തരൂഷിതവുമാണ്. ഗ്രേസ് നിരന്തരം അപകടത്തിലാണ്. ഓരോ നിമിഷവും പിരിമുറുക്കം നിറഞ്ഞതാണ്. ഹൊറർ ആരാധകർക്കായി ഞെട്ടിക്കുന്ന രംഗങ്ങളും ധാരാളം രക്തച്ചൊരിച്ചിലുമുണ്ട്. എന്നാൽ അതേസമയം ഇത് നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്യും. ഡാർക്ക് ഹ്യൂമർ വളരെ മികച്ച രീതിയിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിന്റെ വിചിത്രമായ അവസ്ഥയും കൊലയാളികളാകാൻ ശ്രമിക്കുന്ന കഴിവുകെട്ട ലേ ഡൊമാസ് കുടുംബവുമാണ് തമാശകൾക്ക് കാരണം. അവർ പണക്കാരാണ്, പക്ഷേ ക്രൂരരായ കൊലയാളികളല്ല. ഗ്രേസിനെ കൊല്ലാനുള്ള അവരുടെ ശ്രമങ്ങൾ പാളിപ്പോകുന്നത് കാണാൻ നല്ല രസമാണ്. പേടിക്കും ചിരിക്കും അപ്പുറം ഈ സിനിമ സമ്പന്നവർഗത്തെക്കുറിച്ചുള്ള മൂർച്ചയുള്ള ഒരു ആക്ഷേപഹാസ്യമാണ്. അവരുടെ അമിതമായ അവകാശവാദം, മനുഷ്യജീവനോടുള്ള പുച്ഛം, തങ്ങളുടെ പദവിയും സമ്പത്തും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാനുള്ള അവരുടെ മനോഭാവം എന്നിവയെ ഇത് വിമർശിക്കുന്നു. ഒരു പുറത്തുനിന്നുള്ളയാളെന്ന നിലയിൽ ഗ്രേസ് ഈ ഭ്രാന്തൻ ലോകത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു കഥാപാത്രമായി മാറുന്നു. ഗ്രേസായി അഭിനയിച്ച സമീറ വീവിങ്ങിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചേ പറ്റൂ. ഈ സിനിമയിൽ അതൊരു വിസ്മയ പ്രകടനമായിരുന്നു. തുടക്കത്തിലെ നിഷ്കളങ്കതയും ഞെട്ടലും പിന്നീട് അതിജീവിക്കാനുള്ള അവളുടെ തീവ്രമായ നിശ്ചയദാർഢ്യവും അവർ മനോഹരമായി അവതരിപ്പിച്ചു. അവൾ സാമർഥ്യമുള്ളവളാണ്, തളലാത്തവളാണ്. സിനിമയുടെ അവസാനത്തിൽ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അവൾക്ക് വേണ്ടി ആർപ്പ് വിളിക്കും. പ്രതീക്ഷകളുള്ള ഒരു മണവാട്ടിയിൽ നിന്ന് രക്തത്തിൽ കുളിച്ചൊരു പോരാളിയായി ഗ്രേസ് മാറുന്ന ആ പരിണാമം ഈ അടുത്തിറങ്ങിയ സിനിമകളിലെ ഏറ്റവും സംതൃപ്തി നൽകുന്ന കഥാപാത്ര വളർച്ചകളിൽ ഒന്നാണ്. ഇനി നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇതൊരു സ്പോയിലർ മുന്നറിയിപ്പാണ്. ശരിക്കും പോയി സിനിമ കണ്ടിട്ട് തിരികെ വരൂ. ഞാൻ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലൈമാക്സിനെ കുറിച്ച് സംസാരിക്കാം. കഠിനമായ ഒരു രാത്രിക്ക് ശേഷം ഗ്രേസ് നേരം പുലരുന്നതുവരെ അതിജീവിക്കുന്നു. അതോടെ അവരുടെ ഉടമ്പടി പാളിപ്പോയി എന്ന് ലേ ഡൊമാസ് കുടുംബം തിരിച്ചറിയുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി രക്തത്തിൽ കുളിച്ച് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ഉടമ്പടിയുടെ ശാപം തിരിക്കുന്നു. തികച്ചും ഞെട്ടിക്കുന്നതും അപ്രതീക്ഷിതവും ഭ്രാന്തമായ ഒരു ക്ലൈമാക്സാണിത്. ആ വീട് കത്തിയെറിയുമ്പോൾ ഒരു വല്ലാത്ത മാനസികാഘാതത്തിൽ അമ്മായിയമ്മയുടെ അമ്മായിയപ്പന്റെ അവശിഷ്ടങ്ങൾ കുളിച്ച് ഗ്രേസ് പടികളിലിരുന്നൊരു സിഗരറ്റ് വലിക്കുന്നു. അവൾ അവസാനം സ്വതന്ത്രയായി, പക്ഷേ എന്ത് വില കൊടുത്താണ്? ഒരേ സമയം ഭയാനകവും എന്നാൽ ഇരുണ്ട തമാശ നിറഞ്ഞതുമായ ഈ ക്ലൈമാക്സ് നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കും. റെഡി ഓർ നോട്ട് അപ്രതീക്ഷിതമായി വന്ന ആളുകളെ ഞെട്ടിച്ചൊരു സിനിമയാണ്. ഇത് സ്മാർട്ടും സ്റ്റൈലിഷും ഒരുപാട് രസിപ്പിക്കുന്നതും വ്യത്യസ്തമാകാൻ ധൈര്യം കാണിക്കുന്നതുമാണ്. നിങ്ങളെ മുൾമുനയിൽ നിർത്താനും ചിരിപ്പിക്കാനും പദവികളുടെ പിന്നിലെ മറഞ്ഞിരിക്കുന്ന വിലയെക്കുറിച്ച് അല്പം ചിന്തിപ്പിക്കാനും സാധിക്കുന്ന ഒരു സിനിമയാണ് നിങ്ങൾ തിരിയുന്നതെങ്കിൽ ഇത് നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷത്തിലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൊറർ കോമഡികളിലൊന്നാണിത്. അപ്പോൾ നിങ്ങൾ റെഡി ഓർ നോട്ട് കണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾ ഗ്രേസിന് വേണ്ടി ആർപ്പ് വിളിച്ചോ? ക്ലൈമാക്സ് കണ്ട് ഞെട്ടിയോ? താഴെ കമൻറ്റുകളിൽ എന്നെ അറിയിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്.
അപ്പോൾ സിനിമാ ലോകത്തേക്കുള്ള നമ്മുടെ അടുത്ത യാത്ര നിങ്ങൾ മിസ് ചെയ്യില്ല. കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.